ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മൂന്നാം ഹീറ്റ്സ് ആ മത്സരം ആരംഭിച്ചിരിക്കുന്നു. UBCയും BBCയും തമ്മിലുള്ള മത്സരമാണ്. അതായത് പള്ളാത്തുരുത്തി ബോട്ടുകൾ മേൽപ്പാടൻ ആറാമത്തെ നമ്പറിൽ മൂന്നാമത്തെ ട്രാക്കിൽ അവർ ഇറങ്ങിയിട്ടുണ്ട്. ആ മേൽപ്പാടനാണ് മുന്നിൽ നിൽക്കുന്നത്. മേൽപ്പാടന്റെ തൊട്ടു പിന്നിലായിട്ട് ആലപ്പാടൻ വെള്ളൂർ ബോട്ട് ക്ലബ്ബാണ്. അതോടൊപ്പം തന്നെ തലപടിച്ചുണ്ടൻ UBC കൈനഗരി 12 തവണ കപ്പടിച്ചിട്ടുള്ള UBC കൈനഗരി കുതിച്ചു വരികയാണ്. രണ്ടാമത്തെ ട്രാക്കിലൂടെ UBC കൈനഗരി വരുന്ന ചമ്പക്കുളം ചരാശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളവും അതേ രീതിയിൽ തന്നെ മുന്നേറുകയാണ്. കണ്ണാ, എന്തൊരു കാഴ്ചയാണ്! ആ വള്ളങ്ങൾ, 3 വള്ളങ്ങൾ ഒരേ നിരയായി, ഒരു വരിയായി. ആർക്ക് പറയാൻ പറ്റും ഏത് ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ വളരെ വാശിയോടുകൂടി മേപ്പാടൻ കയറി വരുന്ന കാഴ്ച കാണാം. മേപ്പാടൻ 98-ലും 18-ലും എല്ലാം തന്നെ കപ്പടിച്ചിട്ടുള്ള മേപ്പാടൻ ചുണ്ടൻ ഇതാ കയറി വരുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ മേപ്പാടൻ തൊട്ടു പിന്നിലുണ്ട് തലവടി ചുണ്ടൻ. UBC കൈനകരിയുടെ തലവടി ചുണ്ടൻ തൊട്ടു പിന്നാലെയുണ്ട്. 12 തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള UBC കൈനഗരിയുടെ തലവടി ചൂണ്ടരുത്. അല്പം മുന്നിലാണ്. മേപ്പാടിന് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം, വാശിയോടുകൂടിയുള്ള പോരാട്ടം, കട്ടയ്ക്കുള്ള പോരാട്ടം. ബോട്ടൊക്കെ വരുന്ന വള്ളം നോക്ക്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഹീറ്റ്സ് മത്സരങ്ങളിലെ ഏറ്റവും ശക്തമേറിയ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പള്ളാത്തുരുത്തി ബോട്ടുകൾ UBC കൈനഗരി തലവടി ചുണ്ടനെ മേൽപ്പാടനെ നയിക്കുന്ന 2ഉം 3ഉം ട്രാക്കുകളിലൂടെ ഇതാ ഒരു യമഹ വള്ളത്തെക്കാൾ വേഗതയിൽ പാഞ്ഞു പോവുകയാണ്. ആ കായൽപ്പരപ്പിലൂടെ അവരുടെ ഒരു പോക്കുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പള്ളാത്തുരുത്തി ബോട്ടുകൾക്കും UBC കൈനകരിയും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 3 വള്ളങ്ങൾ ഒരുമിച്ച് വരുന്നില്ല. 2 വള്ളം ആദ്യം ചമ്പക്കുളവും ചരാശേരി ചമ്പക്കുളവും ഒപ്പത്തിനൊപ്പം വരുന്നുണ്ട്. കണ്ണാ, ചമ്പക്കുളം അച്ഛൻ ഉന്നം പിടിപ്പിച്ച പൊന്നാതിരി തോണിയാണ് തുഴയുന്നത്. UBC ആണോ PBC ആണോ പള്ളാത്തുരുത്തി ആണോ യുണൈറ്റഡ് ബോട്ട് ക്ലബ് ആണോ പറയുക അസാധ്യമാണ്. നമുക്ക് ഒരു കാരണവശാലും സംശയിക്കേണ്ട. മേപ്പാടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആ ഓറഞ്ച് കുപ്പായം ഇട്ടുകൊണ്ട് അല്ല, ഒരു സംശയം വേണ്ട. UBC ആണ്. കട്ടയ്ക്കുള്ള പോരാട്ടം. മേപ്പാടൻ മുന്നോട്ട് വരുന്നു. UBC കൈനകരിയെ പോയിന്റുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് മേപ്പാടൻ മുന്നോട്ട് വരുന്നു. ഒരു സംശയം വേണ്ട. UBC കൈനകരി മുന്നോട്ട് വരുന്നത്. കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. നെഹ്റു കപ്പിൽ മുത്തമിട്ടിട്ടുള്ള 3ാമത്തെ ട്രാക്കിലൂടെ പാഞ്ഞു വരുന്ന മേപ്പാടൻ. തൊട്ടു പിന്നില് BBC ഉണ്ട്. സംശയിക്കേണ്ടതില്ല. മേപ്പാടനുമുണ്ട്, തലവടി ചുണ്ടൻ ഒപ്പത്തിനൊപ്പം. ഇതാരെ എന്ന് പറയാൻ സാധിക്കാതിരിക്കില്ല. കണ്ണിട്ട പാക്ക്. അതായത് BBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അല്പം ഇല്ലല്ലോ, പക്ഷെ അവർ തുഴ മാറി എറിഞ്ഞ് കയറുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴ മാറി എറിഞ്ഞ് കയറുന്നുണ്ട്. എന്നാൽ UBC കൈനകരി തലവടി ചുണ്ടൻ UBC പള്ളാത്തുരുത്തിയെ മാറ്റിമറിച്ചുകൊണ്ട് അവസാന മത്സരമായിരുന്നു അത്. ആ മത്സരത്തിൽ പള്ളാത്തുരുത്തി 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരു സംശയം വേണ്ട. UBCയും പള്ളാത്തുരുത്തിയും ചേർന്ന് ഒരു ഫൈനൽ നമുക്ക് പ്രതീക്ഷിക്കാം. 12 തവണ കപ്പടിച്ചിട്ടുള്ള UBC കൈനകരിയും 7 തവണ കപ്പടിച്ചിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ കടന്നുപോയത്. ഈ ഹീറ്റ്സ് മത്സരത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം അത് തലവടിയാണോ മേൽപ്പാടനാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ. അത് UBC ആണ്. തലവടി ചുണ്ടനാണ് മേൽപ്പാടനെ അട്ടിമറിച്ചുകൊണ്ട് 12 തവണ കപ്പടിച്ചിട്ടുള്ള തലവടി ചുണ്ടൻ മേൽപ്പാടനെ അട്ടിമറിച്ചുകൊണ്ട് ഇതാ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായിരുന്ന കാരിച്ചാൽ ചുണ്ടനെ നയിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ മാറ്റിമറിച്ചുകൊണ്ട് മേൽപ്പാടൻ ഇത്തവണ അട്ടിമറി നടത്തുമെന്ന് പ്രതീക്ഷിച്ച മേൽപ്പാടനെ അട്ടിമറിച്ചുകൊണ്ട് തലവടി ചുണ്ടൻ UBC കൈനകരി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മൂന്നാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരത്തിൽ ഇതാ തലവടി ചുണ്ടനെ നയിച്ച UBC കൈനകരി മികച്ച സമയത്തിലൂടെ 3ാമത്തെ ഹീറ്റ്സിൽ 1ാമതായിട്ട് ഫിനിഷ് ചെയ്യുന്നു. മേൽപ്പാടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 2ാമതായും ഫിനിഷ് ചെയ്യുന്നു. എന്തൊരു അഴകുള്ള കാഴ്ചയായിരുന്നു. എന്തൊരു രസമായിട്ടാണ് ആ ആൾക്കാർ തുഴഞ്ഞു വന്നത്. അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. ആ പുന്നമടയുടെ വിരിമാറിലൂടെ ആ യുദ്ധത്തിൽ ജയിച്ചു വരുന്നത്. ഇപ്പം പള്ളാത്തുരുത്തി ജയിച്ചാലും UBC ജയിച്ചാലും പക്ഷെ അവർ ഫൈനലിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ജയിച്ചതെന്ന് എനിക്കൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പള്ളാത്തുരുത്തി മേപ്പാടൻ ചുണ്ടനല്ലേ അവസാന നിമിഷം? എനിക്ക് സംശയമില്ല. പള്ളാത്തുരുത്തിയാണ് 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. പള്ളാത്തുരുത്തി 1ാം സ്ഥാനത്തേക്ക് വന്നു. തലവടി ചുണ്ടൻ അതുവരെ
ഇഞ്ചോടിഞ്ച് മുന്നിലായിരുന്നുവെങ്കിൽ തലവടിയെ അട്ടിമറിച്ചുകൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നയിച്ച മേപ്പാടൻ മൂന്നാമത്തെ ഹീറ്റ്സിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തു. വലിയ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടമാണ്. അടുത്ത മത്സരത്തിന് വേണ്ടി 4ാം ഹീറ്റ്സിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിന് വേണ്ടിയുള്ള ആ സജ്ജീകരണങ്ങൾ